തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടനും ടി.വി.കെ നേതാവുമായ വിജയ് നടത്തുന്ന സംസ്ഥാന രാഷ്ട്രീയ പര്യടനം ആരംഭിച്ചു. തിരുച്ചിറപ്പള്ളിയിൽ ആയിരക്കണക്കിന് പ്രവർത്തകരെ സാക്ഷിയാക്കി തുടക്കമിട്ട രാഷ്ട്രീയ യാത്ര ഡിസംബർ 20-ന് മധുരയിൽ സമാപിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനായി പാർട്ടിയെ സജ്ജമാക്കുകയാണ് പര്യടനത്തിന്റെ പ്രധാന ലക്ഷ്യം. സിനിമാക്കാരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പലകുറി സാക്ഷിയായ ദ്രാവിഡ മണ്ണിൽ കന്നി അംഗത്തിന് മുന്നേയുള്ള തയ്യാറെടുപ്പ്. നടനിൽ നിന്നും രാഷ്ട്രീയ നേതാവിന്റെ പരിവേഷത്തിലേക്കെത്തിയ വിജയ് തന്റെ ആദ്യ രാഷ്ട്രീയ പര്യടനത്തിനാണ് തിരുച്ചിറപ്പള്ളിയിൽ തുടക്കം കുറിച്ചത്. തമിഴക വെട്രിക്കഴകം പ്രവർത്തകരും വിജയ് ആരാധകരും അണിനിരന്ന വമ്പൻ വരവേൽപ്പ്. പിന്നാലെ തിരുച്ചിറപ്പള്ളി ഗാന്ധി മാർക്കറ്റ് പോലീസ് സ്റ്റേഷന് സമീപം പൊതുസമ്മേളനം. അണ്ണാദുരയെയും എം.ജി.ആറിനെയും അനുസ്മരിച്ച് പ്രസംഗം ആരംഭിച്ച വിജയ് മനസാക്ഷിയുടെ രാഷ്ട്രീയവുമായാണ് ടി.വി.കെ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതെന്ന് പ്രഖ്യാപിച്ചു. ഒരു ചില മണ്ണ് തൊട്ടാ ரொம்ப நல்லது, சில நல்ல காரியங்களை இந்த இடத்துல இருந்து தொடங்கினா நல்லதுன்ட்டு இந்த பெரியவங்கெல்லாம் சொல்லி நம்ம கேள்விப்பட்டிருப்போம் இல்லையா? அந்த மாதிரி திருச்சியில தொடங்கின எல்லாமே திருப்பமுனையா அமையும்னு சொல்லுவாங்க. തിരുച്ചിറപ്പള്ളിയിൽ തുടങ്ങിയ പര്യടനം 38 ജില്ലകളിലൂടെയും കടന്നുപോകും. പ്രത്യേകം സജ്ജീകരിച്ച ബസ്സിലാണ് പര്യടനം. കർശന ഉപാധികളോടെയാണ് തമിഴ്നാട് പോലീസ് പര്യടനത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. വിജയുടെ പ്രചാരണ വാഹനത്തെ 5-ൽ കൂടുതൽ വാഹനങ്ങൾ പിന്തുടരാൻ പാടില്ല. സുരക്ഷ ഉറപ്പാക്കാൻ പാർട്ടി തന്നെ ബാരിക്കേഡുകൾ സ്ഥാപിക്കണമെന്നിവയാണ് പ്രധാന നിർദ്ദേശങ്ങൾ. ശനി ഞായർ ദിവസങ്ങളിലാണ് വിജയുടെ പര്യടനവും പൊതുസമ്മേളനവും നടക്കുന്നത്. ഡിസംബർ 20-ന് മധുരയിലാണ് സമാപനം. വിക്രവണ്ടിയിലും മധുരയിലും നടന്ന 2 സംസ്ഥാന സമ്മേളനങ്ങളുടെയും അംഗത്വ വിതരണത്തിന്റെയും തുടർച്ചയായാണ് വിജയ് സംസ്ഥാന പര്യടനം നടത്തുന്നത്. അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ സജ്ജമാക്കുക, ടി.വി.കെയെ കൂടുതൽ ജനപ്രിയമാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. അതിനിടെ വിജയുടെ രാഷ്ട്രീയ പര്യടനത്തെ വിമർശിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ രംഗത്തെത്തി. ടി.വി.കെയെ പോലെ ആർപ്പു വിളിച്ചും ബഹളം വെച്ചും പൊതുജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനമല്ല DMK എന്ന് സ്റ്റാലിൻ പറഞ്ഞു. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.